നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതൊരു ഈജിയൻ തൊഴുത്തല്ലേ? ഈജിയൻ തൊഴുത്ത്, ഹെർക്കുലിസ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതൊരു ഈജിയൻ തൊഴുത്തല്ലേ എന്ന പ്രയോഗം പലപ്പോഴും മലയാള ഭാഷയിലുണ്ട്. പ്രത്യേകിച്ച് ചില ഓഫീസുകളെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും സ്ഥലങ്ങളെയും ഒക്കെ ഈജിയൻ തൊഴുത്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരിക്കലും നേരെയാക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായി കിടക്കുന്ന കാര്യത്തെയോ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെയൊക്കെയാണ് ഈജിയൻ തൊഴുത്ത് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അതിൻ്റെ കഥയുള്ളത് ഗ്രീക്ക് പുരാണത്തിലാണ്. സ്യൂസ് ദേവന് രാജവംശത്തിൽപ്പെടാത്ത സ്ത്രീയിലുണ്ടായ മകനാണ് ഹെർക്കുലിസ്. അവനെ രാജാവാക്കാൻ സ്യൂസ് ദേവൻ ശ്രമിച്ചപ്പോൾ രാജ്ഞി അതിനെ എതിർത്തു. അതൊരു തർക്കമായി. തർക്കം കുറച്ചു കാലം നീണ്ടുപോയി. ഹെർക്കുലിസിനേക്കാൾ പദവി കൊണ്ട് താഴ്ന്നയാളാണ് യൂറിസ്തസ് രാജാവ്. പക്ഷേ ഹെർക്കുലിസിൻ്റെ അച്ഛൻ സ്യൂസിൻ്റെ ആജ്ഞയാണ് യൂറിസ്തസ് പറയുന്ന ഏതു ജോലിയും ചെയ്തു കൊള്ളണമെന്നുള്ളത്. അങ്ങനെ ഹെർക്കുലിസ് രാജാവ് യൂറിസ്തസ് രാജാവ് കൊടുത്ത 4 ജോലികളും വിജയകരമായി പൂർത്തിയാക്കി. അടുത്ത ജോലി എന്തായിരിക്കണമെന്ന് യൂറിസ്തസ് രാജാവ് ആലോചിച്ചിരിക്കുന്ന സമയം ഹെർക്കുലിസിനെ രാജാവാക്കുന്നതിന് എതിർത്തിരുന്ന രാജ്ഞി അനുരഞ്ജനത്തിനായി ഒരു മാർഗം നിർദ്ദേശിച്ചു. സൂര്യദേവൻ്റെ പുത്രനായ ഈജിയൻ രാജാവിൻ്റെ കാലിത്തൊഴുത്ത് ഹെർക്കുലിസ് ഒറ്റ ദിവസം കൊണ്ട് വൃത്തിയാക്കട്ടെ, എങ്കിൽ ഹെർക്കുലിസിനെ രാജാവാക്കുന്നതിന് തടസ്സമില്ല. അങ്ങനെ 5ാമത്തെ ജോലിയായി യൂറിസ്തസ് രാജാവ് ഹെർക്കുലിസിനെ ഈജിയൻ്റെ തൊഴുത്ത് വൃത്തിയാക്കാൻ ഏൽപ്പിച്ചു. ഹെർക്കുലിസ് അതിനെ ഈജിയസിനെ സമീപിച്ചു. ഈജിയസിൻ്റെ തൊഴുത്തിൽ കാര്യം പറഞ്ഞാൽ മഹാകഷ്ടമാണ്. ആയിരക്കണക്കിന് ലക്ഷത്തോളം ആടുമാടുകൾ ആണ് അവിടെ കഴിയുന്നത്. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആടുമാടുകളുള്ളത് ഈജിയസിനാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം? കഴിഞ്ഞ 30 വർഷമായി ആ തൊഴുത്ത് വൃത്തിയാക്കാറേയില്ല. തൊഴുത്തിൽ കിടക്കുന്ന ഹെർക്കുലിസ് മൂക്ക് പൊത്തിപ്പോയി. ഭയങ്കരമായ ദുർഗന്ധം. വർഷങ്ങളായി മലവും മൂത്രവും ഒക്കെ കെട്ടിക്കിടക്കുന്നു. അതിലാണ് മൃഗങ്ങൾ കിടക്കുന്നത്. ചിതറിക്കിടക്കുന്ന ആഹാരാവശിഷ്ടങ്ങൾ. എന്തൊരവസ്ഥയാണ് ഈജിയൻ തൊഴുത്തിന്! ഹെർക്കുലിസ് ഈജിയസിൻ്റെ അടുത്ത് ചെന്ന് താൻ ഒറ്റ ദിവസം കൊണ്ട് ഈ തൊഴുത്ത് വൃത്തിയാക്കാം എന്ന് പറഞ്ഞു. രാജാവ് മനസ്സിൽ പറഞ്ഞു, 30 വർഷത്തെ ദുർഗന്ധം ഹെർക്കുലിസ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാമെന്നോ? ദൈവത്തിന് പോലും സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഹെർക്കുലിസിനെ കളിയാക്കിക്കൊണ്ട് ഈ രാജാവ് പറഞ്ഞു, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ 10-1 ആടുമാടുകളെ തനിക്ക് സമ്മാനമായി നൽകാമെന്ന്. ഹെർക്കുലിസ് തൊഴുത്തിൽ നിൽക്കുന്ന തെക്കേ അറ്റത്തുകൂടി നോക്കിയപ്പോൾ തെക്കേ അറ്റത്തുകൂടി ആൽഫിയസ് നദി ഒഴുകുന്നുണ്ട്. വടക്കുവശത്തുകൂടി പീനിയസ് നദിയും ഒഴുകുന്നുണ്ട്. ഹെർക്കുലിസ് ആദ്യം തൊഴുത്തിൻ്റെ ഭിത്തികളിൽ 2 സൈഡിലും ഓരോ ദ്വാരങ്ങളുണ്ടാക്കി. എന്നിട്ട് ഈ 2 നദികളിൽ നിന്നും ചാൽ വെട്ടി വെള്ളം തൊഴുത്തിനകത്തേക്ക് എത്തിച്ചു. തൊഴുത്തിൻ്റെ തെക്കേ ഭിത്തിയിൽ കൂടി ആൽഫിയസും വടക്കേ ഭിത്തിയിൽ കൂടി പീനിയസും നദികൾ തൊഴുത്തിലേക്ക് ഒഴുകി. തൊഴുത്തിനുള്ളിൽ നദികൾ സംഗമിച്ചൊഴുകി. തൊഴുത്തിലെ വൃത്തികേടെല്ലാം നദികളുടെ ഒഴുക്കിൽ ഒലിച്ചുപോയി. അങ്ങനെ തൊഴുത്ത് ഒറ്റ ദിവസം കൊണ്ട് വൃത്തിയായി. പക്ഷേ രാജാവ് ഹെർക്കുലിസിന് സമ്മാനം നൽകാൻ തയ്യാറായില്ല. ഹെർക്കുലിസ് അല്ല, നദികളാണ് തൊഴുത്ത് വൃത്തിയാക്കിയത് എന്നാണ് രാജാവിൻ്റെ വാദം. പക്ഷേ രാജാവിൻ്റെ മകൻ ഫൈലിയസും ഹെർക്കുലിസിനൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരെയും, ഫൈലിയസിനെയും ഹെർക്കുലിസിനെയും, രാജാവ് നാടുകടത്തി എന്നാണ് കഥ. ഈജിയൻ തൊഴുത്തിൻ്റെ അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മുടെ ഓഫീസുകളിലോ ഇല്ലാതിരിക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.